ഹായ് ഗായ്സ്, ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് എനിക്ക് ഉച്ചവരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഞാനൊന്നും കഴിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. ഒരു സമയമായപ്പോൾ എന്നെ നല്ല രീതിയിൽ വിശന്നു. അപ്പോൾ പിന്നെ എന്തെങ്കിലും മേടിക്കാൻ ഓർത്തു. അപ്പോൾ ഞാൻ ഫുഡ് സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്ത് ഒരു 5 മിനിറ്റ്സിനുള്ളിൽ സാധനം എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ ഓർഡറിനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൈഡ് റൈസ് ഇപ്പോൾ അവിടെ അവൈലബിൾ അല്ല, ബിരിയാണി ഉണ്ട്, ആ റേറ്റിന് തന്നെ ബിരിയാണി തരാമെന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്കത് ഇരട്ടി സന്തോഷമായി. കാരണം ഞാൻ ബൈ ഹാർട്ട് ബിരിയാണി ഫാനാണ്. എനിക്ക് എന്ത് കിട്ടിയാലും എനിക്ക് ബിരിയാണി കിട്ടുന്നത്ര സന്തോഷം എവിടെയും കിട്ടത്തില്ല. എനിക്കതുപോലെ ചത്ത് കിടന്നുള്ള ഭ്രാന്താണ്. ഇപ്പോൾ ഡെയിലി ബിരിയാണി കിട്ടിയാൽ അത്രയും സന്തോഷമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പം എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് അതിൻ്റെ കൂട്ടത്തിൽ അവർ പായസവും കൂടെ വെച്ചിട്ടുണ്ട്. ബിരിയാണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഓക്കെ ബിരിയാണിയാണ്. അത്യാവശ്യം പീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ അവിടെ അടുത്ത് തന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്നിട്ടുണ്ടായിരുന്നേ. നമുക്ക് സ്വന്തമായിട്ട് വണ്ടിയുണ്ട്, പക്ഷേ ഇതുവരെ എനിക്കത് വണ്ടി പഠിക്കാനുള്ള ഒരു കപ്പാസിറ്റി വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിൽ തന്നെ പോയി പഠിക്കാമെന്ന് വിചാരിച്ചേ. അപ്പം നമുക്കിവിടെ അടുത്ത് തന്നെയാണ് ഡ്രൈവിംഗ് സ്കൂളുള്ളത്. പോകാനായിട്ട് ഇരുന്നപ്പോഴാണെങ്കിലും മഴ ആയതുകൊണ്ട് അവരത് നേരത്തെ അടച്ചു പൂട്ടി. പോകുന്ന വഴിക്കായിരുന്നു 4 കിലോ മാങ്ങയ്ക്ക് 100 രൂപയെന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടത്. അപ്പം തന്നെ അത് കയ്യോടെ മേടിച്ചിട്ട്, കാരണം നമ്മൾ നേരത്തെ ഇത് കണ്ട സമയത്ത് മേടിക്കാനായിട്ട് ഇരുന്നപ്പോൾ തന്നെ അവർ ആ ബോർഡ് മാറ്റിയിട്ട് 2 കിലോയ്ക്ക് 100 രൂപ എന്നാക്കിയതുകൊണ്ട് പിന്നെ നമ്മളത് മേടിച്ചൊന്നുമില്ലേ. മാങ്ങാപ്പഴമെല്ലാം മേടിച്ചിട്ട് നമ്മൾ പിന്നെ അമ്മേനെ കൂട്ടാൻ വേണ്ടി ഒന്നും കൂടെ റിട്ടേൺ പോയേ. അമ്മേനെയും കൂട്ടിയിട്ട് പിന്നെ വന്നിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേന് അമ്മയും ആൻറ്റിയും കൂടെ ഞങ്ങൾ പഴയ പരിപാടി വിറക് പെറുക്കാനായിട്ട് പോയി. പ്രാവശ്യം ഞാനും മികായും കൂടെ പോയേ. മിക എപ്പോഴും പോകുന്ന, പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും മികായ്ക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. മികാനെ അങ്ങനെ ഇവർ കൊണ്ടുപോകാറില്ലേ. പിന്നെ ഇന്ന് ഞാൻ കൂടെ പോയി കേട്ടോ.